നമ്മൾ ഇന്ന് മോണോകോട്ട് റൂട്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോണോകോട്ട് റൂട്ട് എന്ന് പറയുന്നത് ഡൈകോട്ട് റൂട്ട് പോലെ തന്നെയാണ്. വെൽ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ സ്റ്റീലാർ പോർഷനും ഉണ്ട്, അതുപോലെ സ്റ്റീലാർ റീജിയനും ഉണ്ട്. എക്സ്ട്രാ സ്റ്റീലാർ റീജിയൻ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? അതായത് സ്റ്റീലിന് പുറമെയുള്ള പോർഷൻസ്. എപ്പിഡെർമിസ് പ്രസൻ്റ് ആണ്. എപ്പിഡെർമിസിൻ്റെ മേലെ റൂട്ട് ആയതുകൊണ്ട് തന്നെ റൂട്ട് ഹെയർസ് ഉണ്ടാവും. ദെൻ കോർട്ടെക്സും പ്രസൻ്റ് ആയിരിക്കും. ദെൻ സ്റ്റീലാർ പോർഷൻ, സ്റ്റീൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? പെരിസൈക്കിൾ പ്രസൻ്റ് ആയിരിക്കും, വാസ്കുലാർ ടിഷ്യൂസ് പ്രസൻ്റ് ആയിരിക്കും, ആൻഡ് ഇൻ ബിറ്റ്വീൻ വാസ്കുലാർ ടിഷ്യൂസ് കൺജക്റ്റീവ് ടിഷ്യൂസ് വിൽ ബി പ്രസൻറ്റ്, ആൻഡ് ഇന്നർ അതായത് സെൻറ്ററിലായിട്ട് പിത്തും പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് എപ്പിഡെർമിസ് ആണ്. നമ്മൾ പറഞ്ഞു റൂട്ടിൻ്റെ കേസിൽ എപ്പിഡെർമിസിനെ എപ്പിബ്ലമ്മ എന്ന് പറയും, അല്ലെങ്കിൽ പിലിഫറസ് ലെയർ എന്ന് പറയും, അല്ലെങ്കിൽ റൈസോഡെർമിസ് എന്നും പറയും. ഓക്കെ, സോ ഇതാണ് ഒരു പ്രൈമറി ആയിട്ടുള്ള മോണോകോട്ട് റൂട്ടിൻ്റെ സ്ട്രക്ചർ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എപ്പിഡെർമിസ് ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് വിത്തൗട്ട് ഇൻ്റർ സെല്ലുലാർ സ്പേസസ്. അതുപോലെ അവരുടെ ഒരു എക്സ്റ്റൻഷൻ പോലെ റൂട്ട് ഹെയർസ് പ്രസൻ്റ് ആയിരിക്കും. ദെൻ കോർട്ടെക്സ് ഉണ്ട്. കോർട്ടെക്സ് എന്ന് പറയുന്നത് പാരൻകൈമാറ്റസ് ആയിട്ടുള്ള സെൽസ് ആണ്. ദെൻ കോർട്ടെക്സിൻ്റെ ലിമിറ്റിംഗ് ലെയറായിട്ട് എൻഡോഡെർമിസ് പ്രസൻ്റ് ആണ്. ഇനി കോർട്ടെക്സ് ഹൈപ്പോഡെർമിസ് ഒക്കെ ആബ്സെൻ്റ് ആണ്. പക്ഷേ ചില റൂട്ടിൻ്റെ കേസിൽ ഈ കോർട്ടെക്സിലെ മേലോട്ട് പോർഷൻ, അതായത് എപ്പിഡെർമിസിന് തൊട്ട് താഴെയുള്ള ആ ഒരു സബ് എപ്പിഡെർമൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് തിക്ക് വാൾഡ് ആയിരിക്കാം. ഓക്കെ, പാരൻകൈമ തന്നെ തിക്ക് വാൾഡ് ആയിരിക്കാം. അതിന് എക്സോഡെർമിസ് എന്ന് പറയും. ഹൈപ്പോഡെർമിസ് അല്ല, എക്സോഡെർമിസ് എന്ന് പറയും. ഈ ഫോട്ടോയിൽ അത് കാണുന്നില്ല. ഓക്കെ, സോ കോർട്ടെക്സ് ഉണ്ട്. ദെൻ അടുത്തത് ഏതാണ്? കോർട്ടെക്സിൻ്റെ ഇന്നർ ലെയർ എൻഡോഡെർമിസ് ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റീലാർ റീജിയൻ കാണാം. പെരിസൈക്കിൾ പ്രസൻ്റ് ആണ്. ആൻഡ് ഇന്നർ ടു പെരിസൈക്കിൾ വാസ്കുലാർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ്. അവരുടെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് റേഡിയൽ ആണ്. അതായത് റേഡിയലായിട്ടാണ് സൈലം ആൻഡ് ഫ്ലോയം അറേഞ്ച് ചെയ്തത്. ആൻഡ് ദി നമ്പർ ഓഫ് സൈലം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലോയം. അത് ഓൾട്ടർനേറ്റ് അറേഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ സൈലം എത്രയാണോ അത്രയാണ് ഫ്ലോയം ഉള്ളത്. ആൻഡ് ഇന്നർ ടു ദീസ് ബിറ്റ്വീൻ ദീസ് സൈലം ആൻഡ് ഫ്ലോയം അല്ലെങ്കിൽ വാസ്കുലാർ ബണ്ടിൽ കൺജക്റ്റീവ് ടിഷ്യൂസ് ആർ പ്രസൻറ്റ്. ഓക്കെ, ഒരു കണക്റ്റീവ് ടിഷ്യൂസാണ്. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഓൾട്ടർനേറ്റ് ആയിട്ട് ഉള്ളിലായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഇന്നർ ടു വാസ്കുലാർ ബണ്ടിൽസ് എന്ത് പ്രസൻ്റ് ആണ്? പിത്ത് പ്രസൻ്റ് ആണ്. നിങ്ങൾ ഡൈകോട്ട് റൂട്ടിൻ്റെ കേസ് പറഞ്ഞതുപോലെയല്ല, കുറച്ചുകൂടി വൈഡായിട്ടുള്ള പിത്തായിരിക്കും. ഇങ്ങനെയായിരുന്നു ഡൈകോട്ട് റൂട്ടിൽ വളരെ സ്കാൻഡി ആയിട്ടുള്ള പിത്താണ്, അല്ലെങ്കിൽ മെറ്റാസൈലം വലുതായിട്ട് പിത്ത് ആബ്സെൻ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇൻ കേസ് ഓഫ് മോണോകോട്ട് റൂട്ട് പിത്ത് ഈസ് ലാർജ്. ഓക്കെ, സോ നമുക്ക് എപ്പിഡെർമിസ് പറയാം ആദ്യം തന്നെ. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് പാരൻകൈമാറ്റസ് സെൽസ് ആൻഡ് ദേ ആർ സിലിണ്ട്രിക്കൽ, ഇലോങ്ങേറ്റഡ് ആൻഡ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ്. ദെൻ റൂട്ടാണ്. റൂട്ടിൻ്റെ കേസിൽ എന്താ ആബ്സെൻ്റ് ആയിരിക്കും എപ്പിഡെർമിസിൽ? ക്യൂട്ടിക്കിൾ ആൻഡ് സ്റ്റൊമാറ്റ വിൽ ബി ആബ്സെൻറ്റ്. പക്ഷേ സ്റ്റെം ആണെങ്കിൽ ക്യൂട്ടിക്കിൾ ആൻഡ് സ്റ്റൊമാറ്റ വിൽ ബി പ്രസൻറ്റ്. Then tubular root hairs arise from the epidermal cells of the root hair zone. Root hairs are unicellular and unbranched. എപ്പിഡെർമിസ് ഓഫ് മോണോകോട്ട് ഈസ് യൂഷ്വലി യൂണിസീരിയറ്റ്, അതായത് സിംഗിൾ ലെയർ ആയിരിക്കും എപ്പിഡെർമിസ് മോണോകോട്ട് റൂട്ടിൻ്റെ കേസിലുണ്ടാവുക. പക്ഷേ ചിലതിൻ്റെ കേസിൽ, അതായത് ഈ ഓർക്കിഡ്സിൻ്റെ ഒക്കെ കേസിൽ എങ്ങനെയായിരിക്കും? മൾട്ടി സീരിയറ്റ് ആയിരിക്കും എപ്പിഡെർമൽ ടിഷ്യൂ. ഇതിനെയാണ് വേലാമിൻ ടിഷ്യൂ എന്ന് പറയുന്നത്. ദ സെൽസ് ഓഫ് വേലാമിൻ ടിഷ്യൂ ആർ ഡെഡ് ആൻഡ് ആർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ്. വേലാമിൻ ഈസ് റിഗാർഡഡ് ആസ് എൻ അബ്സോർപ്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ഒരു അബ്സോർപ്റ്റീവ് ടിഷ്യൂ ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ചില സ്റ്റഡീസ് പറയുന്നത് അത് പ്രൊട്ടക്റ്റീവ് ഫങ്ഷനും ഉണ്ട് എന്നാണ്. ഏതായാലും മൾട്ടി സീരിയറ്റ് ആയിട്ടുള്ള എപ്പിഡെർമൽ ടിഷ്യൂസിനെയാണ് വേലാമിൻ ടിഷ്യൂ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഇന്നർ ടു എപ്പിഡെർമിസ് കോർട്ടെക്സ് ഈസ് പ്രസൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ലാർജ് ആസ് ഇൻ ഡൈകോട്ട് റൂട്ട്. നമ്മൾ പിക്ചറിൽ കണ്ടു, ലാർജ് ആയിട്ടുള്ള കോർട്ടെക്സ് ആണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ റേഡിയൽ റോസ് ഓഫ് ഐസോഡയാമെട്രിക് തിൻ വാൾഡ് ആൻഡ് ലൂസ്ലി അറേഞ്ച്ഡ് പാരൻകൈമ സെൽസ് വിത്ത് ലാർജ് ഇൻ്റർസെല്ലുലാർ സ്പേസസ്. നിങ്ങൾ ആ ഒരു പിക്ചറിൽ കാണാൻ പറ്റും. കോർട്ടെക്സ് എന്ന് പറയുന്നത് ലാർജ് ആണ്.
തിൻ വാൾഡ് ആയിട്ടുള്ള ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള പാരങ്കൈമ സെൽസ് ആണ് വിത്ത് ലാർജ് ഇൻ്റർസെല്ലുലാർ സ്പേസസ്. ഓക്കെ, കോർട്ടെക്സിൻ്റെ കേസിൽ in some plant, one or more subepidermal cell layer of the cortex may be thick-walled and differentiated into exodermis. അതായത് ചിലതിൻ്റെ കേസിൽ ചില പ്ലാന്റ്സിൽ മാത്രം എപ്പിഡെർമിസിന് തൊട്ട് താഴെയായിട്ട് വരുന്ന കോർട്ടെക്സ് സെൽസ് തിക്ക് വാൾഡ് ആയിരിക്കും ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ലിഗ്നിൻ ആൻഡ് സുബെറിൻ ഡെപ്പോസിഷൻ. ഓക്കെ, ഇതിനെയാണ് എക്സോഡെർമിസ് എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും ഇന്നറായിട്ടുള്ള കോർട്ടെക്സിനെയാണ് നമ്മൾ എൻഡോഡെർമിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻഡോബ്ലമ്മ. ഇറ്റ് ഈസ് ദി ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദി കോർട്ടെക്സ്. എൻഡോഡെർമൽ സെൽസ് ഹാവ് ക്യാരക്ടറിസ്റ്റിക് കാസ്പേരിയം സ്ട്രിപ്സ്. ഈ ഒരു മോണോകോട്ട് റൂട്ടിൻ്റെ കേസിൽ കാസ്പേരിയം സ്ട്രിപ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രോമിനൻ്റ് ആയിരിക്കും ദാൻ ഡൈക്കോട്ട് റൂട്ട്സ്. സിൻസ് മോണോകോട്ട് റൂട്ട് ഡു നോട്ട് അണ്ടർഗോ സെക്കൻഡറി തിക്കനിങ്, അഡീഷണൽ ലെയേഴ്സ് ഓഫ് സുബെറിൻ ആൻഡ് സെല്ലുലോസ് are deposited on the entire tangential and inner radial wall of endodermal cells. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഡൈക്കോട്ട് റൂട്ട് ടീനോസ്പോറയുടെ ഒക്കെ കേസിൽ സെക്കൻഡറി ഗ്രോത്ത് വരും. അതായത് സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദി ആക്ടിവിറ്റി ഓഫ് കാമ്പിയം. പക്ഷേ ഇൻ കേസ് ഓഫ് മോണോകോട്ട് റൂട്ട് സെക്കൻഡറി ഗ്രോത്ത് ആബ്സെൻറ്റ്. സോ അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് എൻഡോഡെർമിസിലൊക്കെ ഈ ഒരു സുബെറിൻ തിക്കനിങ് ഉണ്ടാവും. അതായത് കാസ്പേരിയൻ സ്ട്രിപ്സ് വിൽ ബി പ്രോമിനൻറ്റ് ഇൻ ദി കേസ് ഓഫ് മോണോകോട്ട് റൂട്ട്സ്. ദെൻ പാസേജ് സെൽസ് പ്രസൻ്റ് ആണ്. പാസേജ് സെൽസ് എന്ന് പറയുന്നത് എന്താണ്? എൻഡോഡെർമിസിൽ കാസ്പേരിയൻ തിക്കനിങ് അല്ലെങ്കിൽ സുബെറിൻ ഡെപ്പോസിഷൻ ഇല്ലാത്ത സെൽസ് പ്രസൻ്റ് ആയിരിക്കും. അതിനെയാണ് പാസേജ് സെൽസ് എന്ന് പറയുന്നത്. അവരെന്തിനാ ഓപ്പോസിറ്റ് ആയിരിക്കും? പ്രോട്ടോസൈലത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഈ ഒരു എൻഡോഡെർമൽ സെൽസ് ഉണ്ടാവുക വിത്തൗട്ട് കാസ്പേരിയൻ തിക്കനിങ്. ഓക്കെ, സോ അതിൽ കൂടി കോർട്ടെക്സിലുള്ള വാട്ടറിന് റേഡിയൽ കണ്ടക്ഷന് എൻഡോഡെർമിസിലോട്ടേക്ക് പോസിബിൾ ആവുന്നത് ഈ ഒരു പാസേജ് സെൽസ് കാരണമാണ്. കാരണം എന്താണ്? ബാക്കിയുള്ള സുബെറിൻ തിക്കനിങ് ഉള്ള സെൽസ് ഒന്നും വാട്ടറിനെ കടത്തിവിടില്ല. ഈ പാസേജ് സെൽസ് കൂടിയാണ് വാട്ടറിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തതാണ് പെരിസൈക്കിൾ. പെരിസൈക്കിൾ എന്ന് പറയുന്നത് ഇന്നർ ടു എൻഡോഡെർമിസ് പെരിസൈക്കിൾ ഈസ് പ്രസൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ നാരോ റിംഗ് ലൈൻ ജസ്റ്റ് ബിലോ ദി എൻഡോഡെർമിസ്. യൂഷ്വലി ഇറ്റ് ഈസ് യൂണിസീറിയേറ്റ് ആസ് ഇൻ സിയാമൈസ് ഓർ റെയർലി മൾട്ടിസീറിയേറ്റ്. ദെൻ അടുത്തത് വാസ്കുലാർ ബണ്ടിൽസ് ആണ്. നമ്മൾ പറഞ്ഞു റൂട്ടാണ്. റൂട്ടിൻ്റെ കേസിൽ ഇറ്റ് വിൽ ബി റേഡിയൽ. ഓക്കെ, റേഡിയൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും സൈലം ആൻഡ് ഫ്ലോയം അറേഞ്ച് ചെയ്യുന്നത്. ആൻഡ് ദ നമ്പർ ഓഫ് സൈലം സ്ട്രാൻഡ്സ് വിൽ ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് ഫ്ലോയം സ്ട്രാൻഡ്സ്. ദ നമ്പർ ഓഫ് ഈച്ച് ഓഫ് ദം വാരീസ് 6 to many. നമ്മൾ ഡൈക്കോട്ട് റൂട്ടിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? ഒന്നെങ്കിൽ 2 to 6 അല്ലെങ്കിൽ 2 to 8 വാസ്കുലാർ ബണ്ടിൽസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഡയാർക്ക് കണ്ടീഷൻ ആവാം, ട്രയാർക്ക് ആവാം, ടെട്രാർക്ക് ആക്കാം, പെൻറ്റാർക്ക് ആവാം, ഹെക്സാർക്ക് ആവാം. പക്ഷേ ഇൻ കേസ് ഓഫ് മോണോകോട്ട് റൂട്ട് ഇറ്റ് വാരീസ് ഫ്രം 6 to many. അതായത് 6 അല്ലെങ്കിൽ 6 6ൽ കൂടുതലോ ഉണ്ടാവുക. അതായത് പോളിയാർക്ക് കണ്ടീഷനായിരിക്കും ഉണ്ടാവുന്നത്. ദെൻ സൈലം ഡെവലപ്മെൻറ്റ് ഈസ് സെൻട്രിപീറ്റൽ ആൻഡ് സൈലം അറേഞ്ച്മെൻറ്റ് ഈസ് എക്സാർക്ക്. അതായത് പ്രോട്ടോസൈലം വിൽ ബി ഓറിയൻറ്റഡ് ടുവാർഡ്സ് ദി പെരിഫറി. പ്രോട്ടോസൈലം അതായത് ഏർലി ഡെവലപ്പ് ചെയ്യുന്ന സൈലം പുറത്ത്, അതായത് പെരിസൈക്കിളിൻ്റെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. ലേറ്റ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള മെറ്റാസൈലം എവിടെയായിരിക്കും ഉണ്ടാവുക? സെൻറ്ററിലായിട്ട്, അതായത് ത്തിൻ്റെ അടുത്തായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇതിനെയാണ് എക്സാർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫ്ലോയം പാരങ്കൈമ ആബ്സെൻ്റ് ആണ് ഇൻ കേസ് ഓഫ് ഫ്ലോയം. ദെൻ അടുത്തത് കൺജക്റ്റീവ് ടിഷ്യൂ ഓർ കണക്റ്റീവ് ടിഷ്യൂ. ഇതെന്താണ്? ദ സെൽസ് ഇൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. ഇറ്റ് ഈസ് ദി പാരങ്കൈമാറ്റസ് ഓർ സ്ക്ലീറങ്കൈമാറ്റസ് ടിഷ്യൂ ഇൻ ബിറ്റ്വീൻ ആൻഡ് അറൗണ്ട് ഓഫ് സൈലം സ്ട്രാൻഡ് ആൻഡ് ഫ്ലോയം സ്ട്രാൻഡ്. ഇൻ മോണോകോട്ട് റൂട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് മെരിസ്റ്റമാറ്റിക് പ്രോപ്പർട്ടീസ്. കാരണം എന്താണ്? ദേ ഡു നോട്ട് ഷോ എനി സെക്കൻഡറി തിക്കനിങ്. ഇൻ മോണോകോട്ട്
ദെൻ അടുത്തതാണ് പിത്ത്. ഏറ്റവും സെൻട്രൽ മോസ്റ്റ് ആയിട്ടുള്ള സെൽസാണ് പിത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി സെൻട്രൽ കോർ ഓഫ് ദി സ്റ്റീൽ ഫോംഡ് ഓഫ് ലൂസ്ലി അറേഞ്ച്ഡ് പാരൻകൈമാറ്റസ് സെൽസ്. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ലാർജ് ഇൻ മോണോകോട്ട്സ്. നമ്മൾ ഡൈക്കോട്ടിൻ്റെ കേസിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഡൈക്കോട്ട് റൂട്ടിൻ്റെ കേസിൽ വളരെ സ്കാൻഡി ആയിട്ടുള്ള പിത്തായിരിക്കും ഉണ്ടാവുക. ഒന്നെങ്കിൽ മെറ്റാസൈലം, നമുക്കറിയാം ഈ ഒരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റാസൈലത്തിൻ്റെ സൈസ് കൂടിയിട്ട് ആ ഒരു പിത്ത് ആബ്സെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ സ്മോൾ ആയിട്ടുള്ള പിത്താണ് ഉണ്ടാവുക. ബട്ട് ഇൻ കേസ് ഓഫ് മോണോകോട്ട് റൂട്ട് റിലേറ്റീവ്ലി ലാർജ് പിത്ത് ഈസ് പ്രസൻറ്റ്. ഓക്കെ, ഇൻ അക്വാറ്റിക് പ്ലാന്റ്സ് പിത്ത് മേ കണ്ടെയ്ൻ ലാർജ് എയർ ക്യാവിറ്റീസ്. ദെൻ അടുത്തൊരു സ്ട്രക്ചറാണ് റൂട്ട് ക്യാപ്പ്. നമുക്കറിയാം മോണോകോട്ട് റൂട്ടിനും റൂട്ട് ക്യാപ്പ് പ്രസൻ്റ് ആയിരിക്കും. ദേ ടു ഹാവ് റൂട്ട് ക്യാപ്പ് ആൻഡ് ഇറ്റ് ഈസ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആർ ദി സെയിം ആസ് ദോട്ട് ഓഫ് ഡൈക്കോട്ട് റൂട്ട്സ്. ദെൻ ഇതാണ് ഒരു ടിപ്പിക്കൽ മോണോകോട്ട് റൂട്ടിൻ്റെ സ്ട്രക്ചർ. എപ്പിഡെർമിസ്, ദെൻ കോട്ടക്സ് പ്രസൻ്റ് ആണ്. കോട്ടക്സിന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എപ്പിഡെർമിസിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് തിക്ക് വാൾഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റസ് കോട്ടക്സ് ഉണ്ട്. അതിനെ എക്സോഡെർമിസ് എന്ന് പറയും. എല്ലാത്തിൻ്റെ കേസിലും പ്രസൻ്റ് ആയിക്കൊള്ളണം എന്നില്ല. ആൻഡ് കോട്ടക്സ് എന്ന് പറയുന്നത് ലാർജ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഇപ്പം എല്ലാ സ്ട്രക്ചേഴ്സും പഠിച്ചു. അതായത് ഡൈക്കോട്ട് റൂട്ട് പഠിച്ചു, ഡൈക്കോട്ട് സ്റ്റെമ്മ് പഠിച്ചു, മോണോകോട്ട് റൂട്ട് പഠിച്ചു, മോണോകോട്ട് സ്റ്റെമ്മ് പഠിച്ചു. ഇതെല്ലാം കൂടി കൺഫ്യൂഷൻ ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കി വെക്കണം. അതായത് ഒരു സ്റ്റെമ്മും റൂട്ടും എങ്ങനെ ഡിഫറെൻ്റ് ആണ് എന്ന് ഫസ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ അതിൽ ഒരു സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഡിഫറൻസാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, സ്റ്റെമ്മിന് എന്തായിരിക്കും? ക്യൂട്ടിക്കിൾ പ്രസൻ്റ് ആയിരിക്കും, സ്റ്റൊമാറ്റ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, അവയുടെ എപ്പിഡെർമിസിൻ്റെ മേലെ ക്യൂട്ടിക്കിളും സ്റ്റൊമാറ്റയും പ്രസൻ്റ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് റൂട്ട് ക്യൂട്ടിക്കിൾ ആൻഡ് സ്റ്റൊമാറ്റ ആർ ആബ്സെൻറ്റ്. ക്യൂട്ടിക്കിൾ ആബ്സെൻ്റ് ആയതുകൊണ്ടാണ് ആ എപ്പിഡെർമിസിനെ എപ്പിബ്ലമ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പറയുന്നത്, ഇൻ കേസ് ഓഫ് സ്റ്റെം എപ്പിഡെമൽ ഹെയേഴ്സ് ആർ യൂഷ്വലി മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള റൂട്ട് ഹെയേഴ്സാണ് ഉണ്ടാവുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് റൂട്ട് ദേ ആർ യൂണിസെല്ലുലാർ. ഓക്കെ, യൂണിസെല്ലുലാർ ആവും. ആൻഡ് സ്റ്റെമ്മിൻ്റെ കേസിൽ ഹൈപ്പോഡെർമിസ് ഈസ് പ്രസൻറ്റ്. നമ്മൾ പറഞ്ഞു മോസ്റ്റ്ലി സ്ക്ലീറൻ കൈമാറ്റസ് ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് ആയിരിക്കും, മെക്കാനിക്കൽ സപ്പോർട്ടാണ് നൽകുന്നതെന്ന്. പക്ഷേ റൂട്ടിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു, ഡൈക്കോട്ട് റൂട്ടും പഠിച്ചു, മോണോകോട്ട് റൂട്ടും പഠിച്ചു, ഒരിക്കലും ഹൈപ്പോഡെർമിസ് ആബ്സെൻ്റ് ആണ്. ഓക്കെ, സോ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഹൈപ്പോഡെർമിസ് ഈസ് ആബ്സെൻറ്റ് ഇൻ റൂട്ട് ബട്ട് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ സ്റ്റെം. ദെൻ കോട്ടക്സ് ഈസ് ഹെട്രോജീനസ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, നമ്മൾ പറഞ്ഞു ഒരുപാട്. അതായത് ഫസ്റ്റ് ഹൈപ്പോഡെർമിസ്, കോട്ടക്സ് ഹൈപ്പോഡെർമിസ് ഉണ്ട്, ദെൻ ഇന്നർ കോട്ടക്സ് ഉണ്ട്, ദെൻ എൻഡോഡെർമിസ് ഉണ്ട് ഇൻ കേസ് ഓഫ് സ്റ്റെമ്മ്. പക്ഷേ റൂട്ടിൻ്റെ കേസിൽ ഹോമോജീനസ് ആണ്, അതായത് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സെയിം കൈൻഡ് ഓഫ് സെൽസ്. സ്റ്റെമ്മിൻ്റെ കേസിൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്ലോറൻകൈമ, സ്ക്ലീറൻകൈമ ആൻഡ് പാരൻകൈമ. ഹെട്രോജീനസ് ആയിരുന്നു. ബട്ട് ഇൻ ദി കേസ് ഓഫ് റൂട്ട് it is absent or it is homogeneous. ദെൻ എൻഡോഡെർമിസ് എന്ന് പറയുന്നത് സ്റ്റെമ്മിൻ്റെ കേസിൽ ഇൻകോൺസ്പീഷ്യസ് ആയിരുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് റൂട്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ള എൻഡോഡെർമിസ് പ്രസൻ്റ് ആണ്. ദെൻ ഇവരുടെ പെരിസൈക്കിൾ എന്ന് പറയുന്നത് സ്റ്റെമ്മിൻ്റെ കേസിൽ മൾട്ടി സീറിയേറ്റ് ആണ്, അതായത് മൾട്ടിപ്പിൾ ലെയേഴ്സ് പ്രസൻ്റ് ആയിരുന്നു. ആൻഡ് ആ തിൻ വാൾഡ് ആൻഡ് സ്ക്ലീറൻ കൈമാറ്റസ്. ബട്ട് ഇൻ കേസ് ഓഫ് റൂട്ട് ഇറ്റ് ഈസ് യൂണിസീറിയേറ്റ്, തിക്ക് വാൾഡ് ആൻഡ് പാരൻകൈമാറ്റസ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ കേസാണ്. ദേ ആർ കൺജോയിൻറ്റ് ആൻഡ് കൊളാറ്ററൽ ഇൻ കേസ് ഓഫ് സ്റ്റെമ്മ്. അതായത് സൈലം ആൻഡ് ഫ്ലോയം ആർ ജോയിൻറ്റഡ്, അതായത് സൈലം ആൻഡ് ഫ്ലോയം ആർ ലൈൻഡ് ഇൻ സെയിം റേഡിയസ്, ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഫ്ലോയം ഈസ് അറേഞ്ച്ഡ് ടുവാർഡ്സ് പെരിഫറി ആൻഡ് സൈലം ഈസ് അറേഞ്ച്ഡ് ടുവാർഡ്സ് ദി ഇന്നർ സൈഡ് അല്ലെങ്കിൽ പിത്ത്. പക്ഷേ റൂട്ടിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു റേഡിയൽ അറേഞ്ച്മെൻ്റ് ആണ്. റൂട്ട് റേഡിയൽ അറേഞ്ച്മെൻ്റ് ആണ്, അതായത് സൈലം ആൻഡ് ഫ്ലോയം ആർ ഇൻ ഡിഫറെൻറ്റ് റേഡിയസ്. ഓക്കെ, ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തത്. ദെൻ സ്റ്റെമ്മിൻ്റെ കേസിൽ സൈലം എൻഡാർക്കാണ്. എൻഡാർക്ക് എന്ന് പറയുന്നത് പ്രോട്ടോസൈലം പോയിൻറ്റഡ് ടുവാർഡ്സ് ദി
pith and metaxylem pointed towards the periphery. But in case of root, xylem is exarch. Exarch എന്ന് പറയുന്നത് മെറ്റാസൈലമാണ് ഉള്ളിലുള്ളത്, അതായത് പോയിൻറ്റഡ് ടുവാർഡ്സ് ദി സെൻറ്റർ ആൻഡ് പ്രോട്ടോസൈലം ഈസ് പോയിൻറ്റഡ് ടുവാർഡ്സ് ദി പെരിഫറി. ഓക്കെ, ദെൻ സ്റ്റെമ്മിൻ്റെ കേസിൽ മെഡുലറി റേസ് പ്രസൻ്റ് ആയിരുന്നു ഇൻ ബിറ്റ്വീൻ വാസ്കുലാർ ബണ്ടിൽസ്. പക്ഷേ റൂട്ടിൻ്റെ കേസിൽ എന്തായിരുന്നു? കൺജക്റ്റീവ് ടിഷ്യൂസാണ് പ്രസൻ്റ് ആയത് ഇൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം.